അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 20, 2009 ബാംഗ്ലൂരിലെ ജയനഗറിലെ 4th ടി ബ്ലോക്കിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അത് അത്യാവശ്യം പോഷായിട്ടുള്ള ഒരു ഏരിയയാണ്. വലിയ വലിയ ബിസിനസ്സുകാർ അതുപോലെ തന്നെ വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ താമസിക്കുന്നത്. ഈ ഒരു ഇൻസിഡന്റ് നടന്ന വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജയനഗർ പബ്ലിക് ഹോസ്പിറ്റലിന്റെ പുറകുവശത്തായിട്ടായിരുന്നു ഈ വീട് സ്ഥിതി ചെയ്തിരുന്നത്. അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞൊരു 2 മണിക്ക് ശേഷമാണ് ഇവരുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ശ്രീരഞ്ജിനി എന്ന് പറയുന്ന പെൺകുട്ടി ആ ഒരു വീട്ടിലോട്ട് വരുന്നത്. അവിടുത്തെ പയ്യൻ്റെ ഉപനയനാണ്, അതായത് പൂണൂലിടുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ടൈലറിൻ്റെ അടുത്ത് കുറച്ച് തുണികളും മറ്റൊക്കെ തയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൊണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടി ആ വീട്ടിലോട്ട് എത്തിയത്. ഈ പെൺകുട്ടി അവിടെ എത്തി നോക്കുമ്പോൾ ഡോറൊന്നും മര്യാദക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറുകയായിരുന്നു. അകത്ത് കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ച് ഒച്ച വെച്ചുകൊണ്ട് ആ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോഴത്തേനും നൈബേഴ്സും മറ്റുമൊക്കെ കൂടുകയാണ്. അപ്പോൾ ആ ഒരു വീടിനുള്ളിൽ വളരെ ക്രൂരമായ നിലയിൽ 3 പേർ കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ചയായിരുന്നു ആ ഒരു പെൺകുട്ടി കണ്ടത്. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഈ ഒരു ന്യൂസ് കാട്ടുതീ പോലെ പടരുകയാണ്. പട്ടാപ്പകല് ബാംഗ്ലൂർ നഗരത്തിൽ അത്തരത്തിലുള്ളൊരു ഏരിയയിലാണ് ഇത്തരത്തിൽ 3 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടായത്. അപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്ന് 2 ടീം പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് എത്തുകയായിരുന്നു. അപ്പോൾ ആരൊക്കെയായിരുന്നു ആ ഒരു വീട്ടിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 വയസ്സുള്ള സത്യഭാമ എന്ന് പറയുന്ന ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. പിന്നെ അവരുടെ മകളായിട്ടുള്ള 58 വയസ്സുള്ള വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മറ്റൊരാൾ 45 വയസ്സുള്ള ജയശ്രീ എന്ന് പറയുന്ന സ്ത്രീയായിരുന്നു. അവർ ഈ ഒരു സത്യഭാമയുടെ മരുമകളായിരുന്നു. അപ്പോൾ ഇവർ 3 പേരുമാണ് കൊല്ലപ്പെട്ട സ്ത്രീകൾ. അപ്പോൾ എന്താണ് അന്ന് അവിടെ നടന്നത്? ആരാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം ചെയ്തത്? ഈ ഒരു കേസ് പോലീസുകാർ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഈ സത്യഭാമയുടെ മകനും മരുമകളും അവിടെ ആയിരുന്നില്ല ആദ്യം താമസിച്ചിരുന്നത്. എന്നാൽ ഈ സത്യഭാമയുടെ മകൻ്റെ മരണത്തിന് ശേഷം ജയശ്രീയും അവരുടെ 13 വയസ്സുള്ള, അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പയ്യനും അങ്ങോട്ട് താമസം മാറുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിജയലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. അന്നത്തെ ദിവസം ഒരു ഉച്ച 12 മണിയൊക്കെ ആയപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ വീട്ടിലോട്ട് വന്നത്. ആ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ സ്കൂളിലായിരുന്നു. അപ്പോൾ ഈ ഒരു കേസ് വലിയ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസായിട്ട് മാറുകയാണ്. കാരണം അത്തരത്തിലുള്ളൊരു പോഷ് ഏരിയയിൽ പട്ടാപ്പകൽ 3 സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അപ്പോൾ ചുറ്റുള്ള വീട്ടുകാർ കൂടെ പേടിക്കുകയാണ്. ഇപ്പോൾ കള്ളന്മാർ ഇന്നത്തെ ദിവസം പട്ടാപ്പകൽ ഈ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ വീട്ടിലോട്ടും കയറാം എന്നുള്ളൊരു ആ ഒരു ആശങ്ക അവർക്ക് ഉണ്ടാവുകയായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ ഈ സ്ത്രീകളുടെ ദേഹത്ത് ഒന്നും തന്നെ ആഭരണങ്ങളില്ല, എല്ലാം തന്നെ മോഷണം പോയിട്ടുണ്ട്. പിന്നെ ആ വീട് മുഴുവൻ പരിശോധിച്ചപ്പോൾ കുറേയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അലമാരയിലിരിക്കുന്ന പണവും ആഭരണങ്ങളും എല്ലാം തന്നെ മോഷണം പോയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഒരു റോബറി ആൻഡ് മേർഡർ ആണ് എന്നുള്ള കാര്യം പോലീസുകാർ തീർച്ചപ്പെടുത്തുകയായിരുന്നു. ഇവർക്ക് പരിചയമുള്ള ആരോ ആണ് ഇത് ചെയ്തതെന്ന പ്രാഥമിക നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. അതിൻ്റെ ഒരു കാരണം പറയാന്നുണ്ടെങ്കിൽ ജനൽ വാതിൽ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സ്ഡ് എൻട്രി നടന്നിട്ടില്ല. സോ പരിചയക്കാരെങ്കിലും ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത് എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയായിരുന്നു. അതിനുള്ള മറ്റൊരു റീസൺ എന്തായിരുന്നു നോക്കുകയെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കള്ളന്മാർ മോഷ്ടിക്കാനായിട്ട് വരുന്നത് രാത്രിയാണ്. അതായത് പിടിക്കപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ അവരുടെ മുഖവും കാര്യങ്ങളൊന്നും പെട്ടെന്നുകൊണ്ട് ആളുകൾ കാണുകയില്ല. എന്നാൽ ഇവിടെ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത് പട്ടാപ്പകലായിരുന്നു. അപ്പോൾ പോലീസുകാർ നൈബേഴ്സിനെയും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേട്ടിരുന്നോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയായിരുന്നു. എന്നാൽ നൈബേഴ്സ് ആരും തന്നെ ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി. അവർ തെളിവുകളും മറ്റും ശേഖരിക്കാനായിട്ട് തുടങ്ങി. അവർ നോക്കുമ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് ഒരുപാടധികം ഫിംഗർ പ്രിൻറ്റ്സ് ലഭിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേതാണ് കള്ളൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത്തിരി ദുഷ്കരമായിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു. പിന്നെ ഇവരുടെ 3 പേരുടെയും തലയ്ക്ക് ശക്തമായിട്ടുള്ള അടിയേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ നോക്കുന്ന ടൈമിൽ അവിടെ നിന്നൊരു തേങ്ങ ലഭിക്കുകയാണ്. ആ ഒരു തേങ്ങയിൽ ഒരുപാടധികം രക്തം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തേങ്ങ വെച്ചിട്ട് അടിച്ച് കൊലപ്പെടുത്തിയതായിരിക്കും എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. അങ്ങനെ പോലീസുകാർ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. ഫോറൻസിക് ടീം അവിടെ ഒക്കെ പരിശോധിച്ചിട്ടും വേറൊരു ക്ലൂവും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇവരുടെ 3 പേരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. എന്നാൽ ആ 3 മൊബൈൽ ഫോണും മോഷണം പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പോലീസുകാർ ആ ഒരു ഫോണിന് എങ്ങാനും ഓണാവോ എന്നുള്ളൊരു കാര്യം ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കിയപ്പോൾ ഒരു തെളിവ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലൂ പോലീസിന് ലഭിക്കുകയായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ഫോണിൻ്റെ അടുത്തൊരു ഫോൺ ബുക്ക് ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ വീട്ടിലും ലാൻഡ് ഫോണും മറ്റൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്പേഴ്സും മറ്റൊക്കെ എഴുതി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോൺ ബുക്കും കരുതാറുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു ഫോൺ ബുക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ റീസെൻ്റ് ആയിട്ട് ഒരു നമ്പർ എഴുതി ചേർത്തിരിക്കുന്നത് പോലീസുകാർ കാണുകയാണ്. അങ്ങനെ ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ അതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ നമ്പറായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആ വീട്ടിലൊരു ചടങ്ങ് നടക്കാനുണ്ടായിരുന്നു, ഒരു ഹാളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പയ്യൻ്റെ പൂണൂല് കെട്ടുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും മറ്റും ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫോൺ നമ്പർ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാകുക എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ മറുപടി പറഞ്ഞത്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് വന്ന ഡേറ്റും ടൈമും ഒക്കെ നോക്കുമ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു ക്രൈം നടക്കുന്നതിനും ഏകദേശം 1.5 മണിക്കൂർ മുൻപായിരുന്നു ആ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലത്തെ സ്റ്റാഫ് അങ്ങോട്ട് വന്നിട്ടുണ്ടായത്. അങ്ങനെ അവരെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് എത്തുന്ന സമയത്ത് അവിടെ 3 സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുമായിട്ട് എങ്ങനെയാണ് ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും മറ്റൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അവിടെ വേറൊരു വേലക്കാരനും ഉണ്ടായിരുന്നു, എന്നാൽ എനിക്ക് സംശയിക്കുന്ന രീതിയിലൊന്നും തോന്നിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴാണ് പോലീസിന് ആ ഒരു വീട്ടിലൊരു വേലക്കാരുണ്ടായിരുന്നതിനെ കുറിച്ച് ഇങ്ങനെയുള്ളൊരു ഐഡിയ കിട്ടുന്നത്. പോലീസുകാരൻ നേരെ നൈബേഴ്സിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ് ഇവിടെയുള്ള വേലക്കാരൻ ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോഴാണ് അയാളൊരു വേലക്കാരനല്ല എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാകുന്നത്. ആ വീട്ടിലെ ജയശ്രീയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരാളായിരുന്നു അയാൾ. എന്നാൽ അയാൾ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്, അയാളുടെ പേരെന്താണ് തുടങ്ങിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും നൈബേഴ്സിന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അതായത് ആൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അവർക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആൾ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്, വീടും കാര്യങ്ങളും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളൊരു സഹായിയായിട്ട് അവരുടെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാറുണ്ട്. അങ്ങനെ നൈബേഴ്സ് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പോലീസിന് തോന്നിയൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു ക്രൈം ചെയ്തത്. കാരണം ഇയാൾ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല, അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഇയാൾ വന്നുകൊണ്ടിരുന്നിരുന്നതെന്നും ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇയാളുടെ യാതൊരു ഐഡൻറ്റിറ്റിയും വേറെ അടുത്തുള്ള ആർക്കും തന്നെ അറിയില്ല. സോ ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രൈം ചെയ്ത് കടന്നു കളഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു ആ ഒരു പെർസ്പെക്റ്റീവിൽ പോലീസുകാർ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഇയാൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, ഇയാൾ എങ്ങോട്ടാണ് പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പാരലായിട്ട് ഇവരുടെ 3 പേരുടെയും ഫോൺ മിസ്സായിട്ടുണ്ടായിരുന്നല്ലോ, അതിന് എങ്ങാനും സ്വിച്ച് ഓൺ ആവുമോ എന്നുള്ളത് അവർ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആവുകയാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് മാറി മൈസൂരായിരുന്നു സ്വിച്ച് ഓൺ ആയത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് സ്വിച്ച് ഓൺ ആയി, അതിനുശേഷം ആ ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. സോ ഈ ഒരു കൊലയാളി ബാംഗ്ലൂർ ഇത്തരത്തിലുള്ള ഒരു ക്രൈം നടത്തിയതിന് ശേഷം മൈസൂരോട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പോലീസുകാർ കരുതുകയാണ്. ഒരു ടീം പോലീസുകാർ നേരെ മൈസൂരോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവരവിടെ എത്തുന്ന ആ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ വീണ്ടും ഒന്ന് സ്വിച്ച് ഓൺ ആവുകയാണ്. എന്നാൽ അതേപോലെ തന്നെ പെട്ടെന്നുകൊണ്ട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ GPS വെച്ചിങ്ങേറ്റ് കറക്റ്റ് ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. എന്നാൽ രണ്ടാമത്തെ തവണ ഈ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആയപ്പോൾ അതിലിട്ടിരുന്ന സിമ്മ് വേറെയായിരുന്നു. അതായത് ആ ഒരു ഫോണിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സിം എടുത്ത് കളഞ്ഞിട്ട് ഇയാളുടെ സ്വന്തം സിം ഇട്ടിട്ടായിരുന്നു രണ്ടാമത്തെ തവണ സ്വിച്ച് ഓൺ ആക്കിയത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കുകയായിരുന്നു. ഗോവിന്ദരാജ് എന്നായിരുന്നു ആളുടെ പേര്. ഈ ഒരു ജയശ്രീ ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് അയാളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പോലീസുകാരങ്ങനെ ജയശ്രീയും ഗോവിന്ദരാജും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഗോവിന്ദരാജിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മൈസൂരിലുള്ള ഒരു അഡ്രസ്സ് പോലീസിന് ലഭിക്കുകയാണ്. നേരെ ആ ഒരു വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അവിടെ എത്തി നോക്കിയപ്പോൾ ആ ഒരു വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ നൈബേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു ഗോവിന്ദരാജ് എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ 1 മാസമായിട്ട് ആ ഒരു വീട് പൂട്ടിക്കിടക്കുകയാണ്, ഇങ്ങോട്ട് ആരും തന്നെ വന്നിട്ടില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു പോലീസിന് ലഭിച്ചത്. ആ സമയത്താണ് മൈസൂരിൽ നിന്ന് 100 കിലോമീറ്റർ മാറി കത്തിയൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആകുന്നത്. അപ്പോൾ പോലീസുകാർ നേരെ ആ ഒരു ഗ്രാമത്തിലോട്ട് പോവുകയാണ്. ഈ ഗ്രാമം ഗോവിന്ദരാജ് ജനിച്ചു വളർന്ന സ്ഥലമായിരുന്നു. അവിടെ നിന്നാണ് അയാൾ മൈസൂരോട്ട് വന്നത്. അതിന് ശേഷമാണ് ജോലി അന്വേഷിച്ചിട്ട് ആൾ ബാംഗ്ലൂരോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നേരെ ആ ഒരു ഗ്രാമത്തിലോട്ട് പോയപ്പോൾ അവിടെ വളരെ ചെറിയൊരു വീട്ടിൽ എന്താ പറയുക, അത്രയും പാവപ്പെട്ടൊരു സിറ്റുവേഷനിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. ഇത്ര പേരത് കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷണങ്ങളും മറ്റും കാണേണ്ടതല്ലേ. അയാൾ അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു ആ ഗ്രാമത്തിലെ ആ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നത്.
അപ്പോൾ അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്കൊന്നും തന്നെ അറിയില്ല, ഞാനിവിടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലാണ്ട് നിങ്ങൾ പറയുന്നത് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാളോട് പോലീസുകാർ പറഞ്ഞു, എന്തായാലും നീ സ്റ്റേഷൻ വരെ ഒന്ന് വായോ, അവിടെ എത്തിയിട്ട് ഒരു മൊഴി തന്നിട്ട് നീ പൊക്കോളാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഈ ഒരു ഗോവിന്ദരാജിനെ കൈയോടുകൂടി അവിടെ നിന്ന് പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ബാംഗ്ലൂർ എത്തി പോലീസുകാർ ഇയാളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ഒരു വീട്ടിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, 80 വയസ്സുള്ള ഒരു സ്ത്രീ ആ വീട്ടിൽ തന്നെയായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അവരങ്ങനെ പുറത്തൊന്നും പോകാറില്ല. പിന്നെ ഇവരുടെ മകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടീച്ചറാണ്. അപ്പോൾ സ്കൂളിലോട്ട് പോകും, പിന്നെ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു അവരുടെ ഒരു റൊട്ടീൻ. പിന്നെ ജയശ്രീയുടെ ഹസ്ബൻഡ് നാഷണൽ ടെക്സ്റ്റൈൽ കോർപ്പറേഷനിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ഒരു ജോലി ജയശ്രീക്ക് ലഭിക്കുകയായിരുന്നു. കുറച്ച് നാൾ ജോലിക്കൊക്കെ പോയി, അതിനുശേഷം VRS എടുക്കുകയായിരുന്നു അവർ. അതിനുശേഷം പിന്നീട് ആ ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ വേറൊരു വർക്ക് കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു MLM സെറ്റപ്പ് ആയിരുന്നു. അതായത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നമ്മളുടെ അണ്ടറിൽ ഒരാളെ ചേർക്കുക, അതിനുശേഷം അവർ വേറെ ആളെ ചേർക്കുക, അപ്പോൾ അതിൻ്റെ കമ്മീഷൻ വരുന്ന ആ ഒരു പരിപാടി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബിസിനസ്സും കാര്യങ്ങളായിരുന്നു ഈ ഒരു ജയശ്രീ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരക്കേടില്ലാത്ത കമ്മീഷനും മറ്റുമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ആ ഒരു ഓഫീസിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. ആ ഒരു ഹോട്ടലിലായിരുന്നു ഈ ഒരു ഗോവിന്ദരാജ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓഫീസിലും മറ്റും മീറ്റിങ്സിനൊക്കെ പോകുന്ന ടൈമിൽ ഇവർ മകനെയും കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. സോ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചായ കുടിക്കാനോ എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഒക്കെ ആയിട്ട് ആ ഒരു ഹോട്ടലിലോട്ട് പോകുന്നത് സ്ഥിരമായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ കാണുന്നതും പരിചയപ്പെടുന്നതും. ആക്ച്വലി ഈ ഗോവിന്ദരാജ് ഈ സ്ത്രീയുടെ മകനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്ത്രീ വരുന്നതും, അതുപോലെ തന്നെ ഇവർ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും, അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്പനി ആകുന്നതും. അതായത് ഇവർ തമ്മിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട്. ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഗോവിന്ദരാജ് തൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയാറുണ്ടായിരുന്നു. ഫൈനാൻഷ്യലി ഭയങ്കര ഞെരുക്കത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോഴാണ് ജയശ്രീ താൻ ഇങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിന്നെ എൻ്റെ അണ്ടറിൽ ചേർക്കാം, നീ ഇനി ആളുകളെ ചേർക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല കമ്മീഷനും കാര്യങ്ങളൊക്കെ ലഭിക്കും, അപ്പോൾ നിൻ്റെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇയാൾ ഈ ഒരു സ്കീമിൽ ചേരുകയായിരുന്നു. ഗോവിന്ദരാജ് ബിസിനസ്സിൽ ഇൻവോൾവ് ആയ ശേഷം അവർ ഫ്രീക്വൻ്റ് ആയിട്ട് കാണാനും സംസാരിക്കാനൊക്കെ തുടങ്ങി, ബിസിനസ്സിൻ്റെ കാര്യങ്ങളും അതും ഇതുമൊക്കെ. അതിൻ്റെ ഇടയിലാണ് ഇയാളെ ഈ ജയശ്രീ വീട്ടിലോട്ട് വിളിക്കുന്നത്. അപ്പോൾ വീട്ടിലോട്ട് ഗോവിന്ദരാജ് വന്നു. അതിനുശേഷം ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഗോവിന്ദരാജ് ഈ ഫാമിലിക്ക് ഒരു സഹായമായിരുന്നു. അതായത് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എടുത്ത് മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇയാൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അയാളൊരു വേലക്കാരനൊന്നും ആയിരുന്നില്ല, എന്നാലും ആ വീട്ടുകാർക്ക് വലിയൊരു സഹായമായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് അയാൾ ആ ഒരു വീട്ടിലോട്ട് വരാൻ തുടങ്ങുകയാണ്. ഇയാൾ ആദ്യമൊക്കെ ആ ഒരു വീട്ടിലോട്ട് വരുന്ന ടൈമിലൊന്നും യാതൊരു മോശമായിട്ടുള്ള ഇൻറ്റൻഷനും ആൾക്ക് ഉണ്ടായിരുന്നില്ല. അതായത് എന്താ പറയുക, തനിക്ക് ഇതേപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നൊരു മാഡമാണ്, അപ്പോൾ അവരുടെ വീടാണ്, അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആൾക്ക് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അങ്ങോട്ടെത്തി ഇവരുടെ ലൈഫ് സ്റ്റൈല്, ഇവരുടെ വീട്, അതുപോലെ തന്നെ ആഭരണങ്ങൾ, ആഡംബരം കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇയാളുടെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. ഇവിടെയുള്ള ഗോൾഡും പണമൊക്കെ ഒന്ന് മോഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവുമല്ലോ എന്നുള്ളൊരു ചിന്ത ഇയാളുടെ ഉള്ളിൽ എവിടെന്നോ വന്ന് കൂടുകയായിരുന്നു. അങ്ങനെ അയാൾ എങ്ങനെ ഇവിടെ നിന്ന് ഈ പണവും ആഭരണങ്ങളും മോഷ്ടിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂലങ്കുഷമായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ ഒരു പയ്യൻ്റെ എന്താ പറയുക പൂണൂലിടുന്ന ചടങ്ങിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും ആ ഒരു വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ദിവസം ഇയാളും അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ കിച്ചണിൽ എന്തോ പരിപാടിയിലായിരുന്നു. അതിനുശേഷം ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവരുടെ അലമാര തുറക്കുന്നത് ഇയാൾ കാണുകയാണ്. ജസ്റ്റ് ആ ഒരു അലമാരയുടെ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ അതിൽ ഒരുപാടധികം പണവും ആഭരണങ്ങളും ഇരിക്കുന്നത് ആൾ കാണുകയാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നുള്ളൊരു ചിന്ത ഇയാളുടെ ഉള്ളിൽ വന്നു. അതിനോടൊപ്പം തന്നെ വേറെ വന്നൊരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം. കാരണം ഫംഗ്ഷൻ ഒരുപാടധികം പൈസയും കാര്യങ്ങളും ആവശ്യമാണ്. സോ ഇവർ ആ ഒരു പൈസ ചിലവാക്കി തീർക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അയാളുടെ ഉള്ളിൽ വരികയായിരുന്നു. അങ്ങനെ ആൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആകെപ്പാടെ അവിടെ മിക്കവാറും ടൈമിൽ ആ ഒരു അമ്മൂമ്മ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരുള്ളൂ. ടീച്ചറാണെന്നുണ്ടെങ്കിലും രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുള്ളൂ. ജയശ്രീയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവരും ബിസിനസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈവനിങ് ആവും തിരിച്ചു വരുമ്പോൾ. സോ ജസ്റ്റ് 80 വയസ്സുള്ളൊരു അമ്മൂമ്മയാണ്. അപ്പോൾ അവരുടെ കാര്യം ഒരു തീരുമാനമാക്കി അവിടെ നിന്ന് മോഷ്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊന്നും കാര്യമൊന്നും അല്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ആൾ ചിന്തിച്ചത്. അങ്ങനെ കൃത്യമായി ആൾ പ്ലാൻ ചെയ്ത ദിവസം എത്തുകയാണ്.
ആള് അന്നത്തെ ദിവസം വീട്ടിലോട്ട് വന്നപ്പോൾ ആളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അവിടെ മറ്റേ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡിസ്കഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇയാൾ അവിടെ നിന്ന് പുറത്തോട്ട് പോവുകയായിരുന്നു. ആളങ്ങനെ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് എത്തുന്ന ആ ഒരു ടൈമിൽ അവിടെ ആ ഒരു അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അമ്മൂമ്മ ആ സാധനങ്ങളൊക്കെ നീ വാങ്ങിയില്ലേ, ഇവിടെ വെച്ചോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാളുടെ ഉള്ളിലത്തെ ആ ഒരു മൃഗം ഉണരുകയായിരുന്നു. ആൾ വാങ്ങിക്കൊണ്ടുവന്ന കായ്കറികളുടെ ഇടയിൽ ഒരു തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു തേങ്ങ എടുത്തിട്ട് ആ അമ്മൂമ്മയുടെ തലയിൽ ഇയാൾ ശക്തമായിട്ട് അടിക്കുകയായിരുന്നു. ആദ്യത്തെ ആ ഒരു അടിയിൽ തന്നെ അമ്മൂമ്മയുടെ തല പൊളിയുകയാണ്. അതുപോലെ തന്നെ അവർ ബോധരഹിതയായിട്ട് നിലത്ത് വീഴുകയും ചെയ്തു. അപ്പോൾ അയാൾ മൂക്കിൻ്റെ അവിടെ കൈവച്ച് നോക്കി. ആ ഒരു ടൈമിൽ അവർ ശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ജീവനോടെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും പോലീസുകാർ പിടികൂടുമെന്നുള്ളത് അയാൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു തേങ്ങ വെച്ച് വീണ്ടും വീണ്ടും അവരുടെ തലക്കടിച്ച് അവരെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് തൊട്ടടുത്തുള്ള ബെഡ്റൂം തുറക്കുന്നത് ഇയാൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കച്ചടവോട് കൂടിയിട്ട് വിജയലക്ഷ്മി ഇറങ്ങി വരികയായിരുന്നു. അവർ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച അമ്മ ഇതേപോലെ തന്നെ ബ്ലഡിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഗോവിന്ദരാജ് ഒരു തേങ്ങയും പിടിച്ച് അവിടെ നിൽക്കുന്നതുമായിരുന്നു. ഇത് കണ്ട് അവർ എന്താ പറയുക അലറാനായിട്ട് തുടങ്ങുകയായിരുന്നു. എന്നാൽ അവരുടെ എന്താ പറയുക വായിൽ നിന്ന് സൗണ്ട് വരുന്നതിന് മുൻപ് ഇയാൾ ആക്ട് ചെയ്യാണ്. ഇയാൾ അങ്ങോട്ട് പാഞ്ഞു ചെന്ന് ആ തേങ്ങ വെച്ച് തന്നെ ഇവരുടെയും തലയടിച്ച് പൊളിക്കുകയായിരുന്നു. ഇയാളുടെ മൈൻഡിൽ ആ ഒരു സെക്കൻഡിൽ വന്ന ചിന്തകൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവരെന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റ് കണ്ടു, ഇനി ഇവരെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ എന്തായാലും ജയിലിലോട്ട് പോകേണ്ടി വരും, തനിക്കാണെന്നുണ്ടെങ്കിൽ മോഷ്ടിക്കാൻ പറ്റുകയില്ല. സോ ഇവരെയും കൂടെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തനിക്ക് ഈ പണവും കാര്യങ്ങളും മോഷ്ടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു ആൾക്കുണ്ടായിരുന്നത്. നേരെ തന്നെ വന്ന് ആ ഒരു സ്ത്രീയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആള് അവിടെ ഒക്കെ തപ്പി ആ ഒരു അലമാരയുടെ താക്കോല് കണ്ടെത്തി. അതിനുശേഷം ആ ഒരു അലമാര തുറന്ന് ഗോൾഡും പണവും എല്ലാം തന്നെ അവിടെ നിന്ന് എടുക്കുകയാണ്. അതിനുശേഷം ഇവർ ധരിച്ചിരുന്ന ആഭരണങ്ങളും മറ്റും എല്ലാം തന്നെ അയാൾ ഊരിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് പോകാനായിട്ട് അയാൾ തുടങ്ങുന്ന ടൈമിലായിരുന്നു ജയശ്രീ അങ്ങോട്ട് കയറി വന്നത്. ഇതെന്താണ് ഡോറൊക്കെ ഇങ്ങനെ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് അകത്തോട്ട് കയറിയ വഴിക്ക് കണ്ട കാഴ്ച ഇവർ രണ്ടുപേരും രക്തത്തിൽ കുളിച്ച് നിലത്ത് കിടക്കുന്നതായിരുന്നു. അവരും ഇതേപോലെ തന്നെ അലറാനായിട്ട് തുടങ്ങുകയായിരുന്നു. എന്നാൽ നേരത്തെ പോലെ ഇയാൾ അതിനൊരു ഗ്യാപ്പ് കൊടുത്തില്ല. നേരെ ഓടി ചെന്ന് അവരുടെ കഴുത്തിന് പിടിക്കുകയായിരുന്നു. ശരിക്കും കഴുത്ത് ഞെരിച്ചായിരുന്നു ആ ഒരു സ്ത്രീയെ അയാൾ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഒരു കൊലപാതകം ചെയ്യാൻ വന്ന അയാൾ ബാക്കി രണ്ടുപേര് സാക്ഷികളാകുമെന്നുള്ള കാരണം കൊണ്ട് 2 കൊലപാതകങ്ങൾ കൂടെ ചെയ്യുകയാണ്. അതായത് 3 കൊലപാതകങ്ങൾ ചെയ്തിട്ടാണ് അയാൾ അവിടെ നിന്നും പോയത്. പോലീസുകാർ തന്നെ ഒരിക്കലും പിടിക്കില്ല എന്നായിരുന്നു ആൾ കരുതിയത്. എന്നാൽ പോലീസുകാർ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഇവൻറ്റ് മാനേജ് കമ്പനിയെ കോൺടാക്റ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുകയാണ്. പിന്നെ ഇയാളെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഇയാൾ എന്താ പറയുക ആ ഒരു ഫോണിൽ സിം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാളെ പിടിക്കും എന്നുള്ളതിനെക്കുറിച്ചും ഇയാൾക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഫോണിൽ ആൾ സിം ഇടുകയാണ്. കറക്റ്റായിട്ട് പോലീസുകാർ ട്രാക്ക് ചെയ്ത് അയാളുടെ ഗ്രാമത്തിലോട്ട് എത്തുകയാണ്. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തത്, എന്തിനാണ് ഈ ഒരു കൊലപാതകം ചെയ്തത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ അതിനുശേഷം പോലീസുകാർ ചോദിച്ചു, ഈ ഗോൾഡും പണമൊക്കെ നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇനി എങ്ങാനും ഗ്രാമത്തിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഈ ഒരു ഗോൾഡും പണവും ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ സീനൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് പല പല കടകളിലായിട്ട് ആ ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ ആൾ വിൽക്കുകയായിരുന്നു. ആ പണത്തിൻ്റെ ഒരു പോർഷൻ ആളൊരു ഫ്രണ്ടിൻ്റെ കയ്യിലും അതുപോലെ തന്നെ വേറൊരു പോർഷൻ വേറൊരു ഫാമിലി മെമ്പറിൻ്റെ കയ്യിലും കൊടുക്കുകയാണ്. വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ തനിക്ക് പണം ആവശ്യം വരുമ്പോൾ തിരിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പണവും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തത്. അപ്പോൾ അവരാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. നേരെ പോലീസുകാർ അവരുടെ അടുത്ത് എത്തുകയായിരുന്നു. അവരുടെ അടുത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇയാൾ മോഷ്ടിച്ച പണമാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഇതേപോലെ തന്നെ കുറച്ച് പൈസ കൊണ്ട് തന്നു, എന്നിട്ട് തനിക്ക് ആവശ്യമുള്ളപ്പോൾ താൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വാങ്ങി വെച്ചു, അത്രേ തങ്ങൾക്ക് അറിയുള്ളായിരുന്നു എന്നുള്ള കാര്യം അവർ പറയുകയാണ്. അതുപോലെ തന്നെ ആ പണം മുഴുവൻ എടുത്ത് പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ 3 കൊലപാതകങ്ങൾ നടന്ന് 15 ദിവസത്തിനകം ഈ ഒരു കുറ്റവാളിയെ പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം അയാളെ കോടതിയിൽ ഹാജരാക്കി. ഈ ഒരു കേസ് ഏകദേശം 3 വർഷം നടക്കുകയാണ്. അതായത് 2009 തുടങ്ങിയ ഒരു കേസ് 2012 വിധി വരുന്നത്. കോടതി ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. അപ്പോൾ
ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.